Hello everyone, welcome to Teammates Academy. CGL നോട്ടിഫിക്കേഷൻ വന്നു 2 ആഴ്ചയ്ക്ക് ശേഷം CHSL നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഈ വർഷം 2025 എന്ന് പറഞ്ഞ SSC കാര്യങ്ങളൊക്കെ ഹൈ സ്പീഡിലാണ് കൊണ്ടുവന്നത്. നോട്ടിഫിക്കേഷൻ വരുന്നു, എക്സാമുകൾ പെട്ടെന്ന് ആക്കുന്നു, എല്ലാം ഒരു 6 months സ്പാനിൽ ഇങ്ങനെ നടക്കാൻ പോവാണ്. സോ ആസ്പിറൻസ് ഗെറ്റ് റെഡി. ഇവിടെ നമ്മൾ ഈ CHSL എക്സാമിന്റെ എന്തൊക്കെയാണ് ഇപ്പം പുതിയ നോട്ടിഫിക്കേഷൻ വന്നു, കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല, വേക്കൻസിയിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും, എക്സാം പാറ്റേണുള്ള മറ്റു കാര്യങ്ങളൊന്നും ചേഞ്ച് ഇല്ല, ബാക്കിയുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ CGL വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് ഡേറ്റ് ആണ് 23/6/2025 എന്ന് പറഞ്ഞാൽ ജൂൺ 23 മുതൽ ജൂലൈ 18 വരെ നമുക്ക് ഡേറ്റ് ഉണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യാൻ. എക്സാമിനും CGL അപ്ലൈ ചെയ്യുമ്പോൾ സെയിം അപ്ലിക്കേഷൻ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എക്സാം നമുക്ക് നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ മാസം അതിൽ CGL ഓഗസ്റ്റിൽ എക്സാം നടക്കുന്നു. സെപ്റ്റംബർ CHSL ഒരു മാസം എല്ലാം ഫാസ്റ്റ് ആണ്. ഇതിൽ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത്, ഫെബ്രുവരി മാർച്ച് 2025 ടയർ 2 എന്ന് അവർ പറയുന്നത്. ഇവിടെ നോട്ട് ചെയ്യണം, അതൊരു മിസ്റ്റേക്ക് ആണ്. 2026 അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അപ്ലിക്കേഷനിൽ പറയാനുള്ളത്. എന്താ മെയിൻ തിങ്, 3131 വേക്കൻസിയാണ്. CHSL എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസി എക്സ്പെക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം 3712 വേക്കൻസി ഉണ്ടായിരുന്നു. റീസൺ ഉണ്ട്. കഴിഞ്ഞ നമ്മൾ പണ്ട് പോസ്റ്റിൽ അസിസ്റ്റന്റ് പോസ്റ്റ് നമ്മൾ CHSL വഴിയായിരുന്നു റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്, CGL മാറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഈ വേക്കൻസി ഉള്ളത് എന്നുള്ളത്. അന്ന് പണ്ട് CGL-ഉം CHSL ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ വേക്കൻസി വന്നെങ്കിൽ ഇപ്പം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇതൊരു ആവറേജ് വേക്കൻസി, നമുക്ക് നല്ലൊരു വേക്കൻസി ആണെന്ന് പറയാം. സോ 3131 വേക്കൻസി ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മുടെ SSC CHSL വഴി ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്ന ഈ 3 പോസ്റ്റുകളാണ്. ഇതിൽ തന്നെ LDC ആൻഡ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ CHSL ഏറ്റവും കൂടുതൽ വേക്കൻസി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഈ 2 വേക്കൻസിയാണ്. പിന്നെ ഈ 2 DO ആൻഡ് DO ഗ്രേഡ് A ഓപ്പറേറ്റർ. ഇതിൽ പ്രധാനപ്പെട്ട പറയുന്നത് ലെവൽ 4 ആണ്. ഈ 2 ലെവൽ 4, അതായത് ഇത് ലെവൽ 2 JSA പേ ലെവൽ 2 ആൻഡ് പേ ലെവൽ 4 ആണ് DO ആൻഡ് ഇതിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. ഇതാണ് ഏജ് ലിമിറ്റ്. ഇപ്പൊ CGL-നെ സംബന്ധിച്ച് ഏജ് ലിമിറ്റ് CHSL ചെറിയ ചേഞ്ച് ഉണ്ട്. അതായത് 1/1/2026 അതുവരെ ടൈം ഉണ്ട്. ആ സമയത്തുള്ളിൽ 27 വയസ്സ് 18 മുതൽ 27 വയസ്സുള്ള ആളുകൾക്കാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റാം. സാധാരണ CGL-ന് ഓഗസ്റ്റ് 1, 2025 ആയിരുന്നു. ഇപ്പം CHSL ഒരു 6 മാസം കൂടി കൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 1999 ഈ വർഷത്തിന്റെ അതേപോലെ തന്നെ 2008 ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി അതല്ല OBC SC ST ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം, OBC 3 വർഷം. പിന്നെ വേക്കൻസി കുറവാന്ന് കരുതി ആരും എന്ത് ചെയ്യരുത്, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പഠിക്കാണ്ടിരിക്കരുത്. കാരണം ഒരു വേക്കൻസി ആണെങ്കിൽ ഒരു വേക്കൻസി CGL-ന് പഠിക്കുന്ന അല്ലെങ്കിൽ SSC എക്സാമിന് പഠിക്കേണ്ട അതേ പാറ്റേൺ ആണ്, എക്സാം പാറ്റേൺ ഒക്കെ സെയിം ആണെന്നുള്ളത് ഓർത്തോ. പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല എക്സ്ട്രാ. ഓക്കെ, ഹൗ ടു അപ്ലൈ ssc.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ആധാർ വെരിഫിക്കേഷൻ പുതിയൊരു സംഭവം വന്നിട്ട് നിങ്ങൾ കയറിയാൽ തന്നെ നിങ്ങളെ ആധാർ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ആധാറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും അതിന്റെ നമ്മൾ വീഡിയോ വീഡിയോസ് നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് സാറ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിലബസിൽ ഒരു മാറ്റമില്ല, ടയർ 1 അതേ സിലബസ് ആണ്, ഒരു വ്യത്യാസമില്ല. ടോപ്പിക് ഇംഗ്ലീഷ്, GK, QA, ജനറൽ അവയർനെസ് എല്ലാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 25 ടോട്ടൽ. Tier 1 Tier 2 പാറ്റേൺ തന്നെയാണ് CHSL പോകുന്നത്. അവിടെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. സാർ നിങ്ങൾക്ക് അറിയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ CHSL-ഉം CGL എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു വ്യത്യാസം ഉള്ളതാ. ഇതിൽ നമുക്ക് ഈ സെക്ഷൻ 3 സെക്ഷൻ 3 ഇതിലേക്ക് 40 and 20. അത് CGL 45 and 25 ആയിരുന്നു. ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ 60 ക്വസ്റ്റ്യൻസ്. ടൈമിനൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു വ്യത്യാസം നമുക്ക് വരുന്നത് CGL-ൽ നമുക്ക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 27 വേർഡ് പെർ മിനിറ്റ് സമയം മതി. പക്ഷേ ഇവിടെ നമുക്ക് 35 വേർഡ് പെർ മിനിറ്റ് വേണം. ഒന്നുകൂടി അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോകുന്ന ജോലികളാണ് നമ്മൾ കൂടുതൽ CHSL ചെയ്യുന്നത്. ക്ലറിക്കൽ ജോബുകളാണ്. ടൈപ്പിംഗ് ടെസ്റ്റിന് ഒന്നുകൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം 27 വേർഡ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് 1.5 മാസം മുന്നേ പ്രാക്ടീസ് തുടങ്ങിയാൽ പക്ഷേ ഇത് അത്ര ഈസി അല്ല. അപ്പൊ കുറച്ചുകൂടി മാൻഷീറ്റി പ്രശ്നങ്ങളുടെ ആളുകൾക്ക് കുറച്ചുകൂടി നേരത്തെ ടൈപ്പിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. CHSL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഇനിയിപ്പോൾ അടുത്ത തൊട്ടുടനെ MTS വരാനിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ സംബന്ധിച്ച് CGL അല്ലെങ്കിൽ SSC പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റിന് വളരെ ലക്കായിട്ടുള്ള ഒരു ഇയർ ആവാൻ ചാൻസ് ഉണ്ട് 2025. അതുകൊണ്ട് ആരും ഈ സുവർണാവസരം വിടാതിരിക്കുക. വേക്കൻസിയുടെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും CGL-ലും വന്നിട്ടില്ല, CHSL-ലും വന്നിട്ടില്ല.
ഏകദേശം ഒരു അതിനോട് എടുക്കുന്ന കഴിഞ്ഞ 2024 അടുത്തിരിക്കുന്ന അതേ വേക്കൻസി തന്നെയാണ് 2025 നമുക്ക് പറയാൻ കഴിയും. CHS എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി CGL പ്രിപ്പയർ ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ എനിക്ക് CHS വേണ്ടി വരും. കാരണം +2 ലെവലാണ്, ഡിഗ്രി ലെവലാണ്. ഡിഗ്രി ലെവൽ കുറച്ച് ഹൈ ആയിരിക്കും, CHS ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഇത് സെയിം ലെവൽ ഓഫ് എക്സാം ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അതിൽ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആദ്യം MTS ഉം CHS ഉം പിന്നെ CGL നടന്നിരുന്നു. അപ്പോൾ MTS ഉം CHS ഉം കിട്ടിയ ആളുകൾക്ക് തന്നെ CGL ഉം കിട്ടും. അതുകൊണ്ട് വാക്കൻസി ഫുൾ ഒഴിഞ്ഞു കിടക്കും. ഇപ്രാവശ്യം ആദ്യം CGL ആയിട്ട് CGL കിട്ടിയ ഒരാൾ എന്ത് ചെയ്യില്ല, പിന്നെ CHS ൽ MTS ചെയ്തില്ല. അപ്പൊ നിങ്ങള് ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് കുറഞ്ഞോണ്ടിരിക്കുന്ന സാഹചര്യം ഫേസ് എക്സാം ഉണ്ടല്ലോ, ആ ഫേസ് എക്സാം ഉണ്ട്. അതേപോലെ തന്നെ പാറ്റേൺ ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാം നടക്കുന്നതോടുകൂടി അതിന്റെ ഒരു രൂപം അല്ലെങ്കിൽ എക്സാമിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് CHSL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. എല്ലാവരും പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. 2025 നമ്മുടെ വർഷമാക്കി മാറ്റണം. ഇത്തവണ നമ്മൾ SSC അച്ചീവ് ചെയ്തിട്ടേ നിർത്തുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.